ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ഉള്ളിവട ചെയ്യാം. ഇതിനു മുമ്പ് ഞാൻ വേറൊരു ഉള്ളിവടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൈദാമാവും കടലമാവും ഒക്കെ ചേർത്തുള്ളതാണ്. ഇപ്പം ചെയ്യാൻ പോകുന്നത് ചായക്കട സ്റ്റൈലിലെ ഉള്ളിവട. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 1 കപ്പ് മൈദ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വലിയ പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞത്. വലിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തത്, ചെറുതാണെങ്കിൽ 3 എടുക്കുക. 2 മീഡിയം സൈസ് സവോള കനം കുറച്ചരിഞ്ഞത്, കറിവേപ്പില, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഈ ഉള്ളിയിൽ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഞെവിടിയെടുക്കാം. ഇതിൽ നിന്നുള്ള ഉള്ളിൽ നിന്നും ഇഞ്ചി ഇതിൽ നിന്നൊക്കെയുള്ള ഈർപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്, ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരുന്ന ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ചേർക്കാം. ഡയറക്റ്റായിട്ട് ഉള്ളി, ഇഞ്ചിയും പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാമായിരുന്നു. നമ്മളങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ നല്ലതുപോലെ പ്രസ് ചെയ്ത് ഞെരടിയെടുക്കേണ്ടി വരും ഈ മാവ്. ഇനി ഇതിലേക്ക് തൈര്, വലിയ പുളിയുള്ള തൈരാണെന്നൊരിക്കൽ നിങ്ങൾ ഇതിൻ്റെ അളവ് കുറയ്ക്കണം. എന്നിട്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര പുളിയായിപ്പോവും. ഇതൊരു നേർത്ത പുളിയേ ഉള്ളൂ ഈ തൈരിന്. കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആകരുത്, പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്തിടാൻ പ്രയാസമായിട്ട് വരും. അല്പം വെള്ളം. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വെള്ളമായിട്ടില്ല, തീരെ വെള്ളം കുറവുമല്ല. ഇനി നമുക്കിത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് ചെയ്തു തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി മാവ് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇങ്ങനൊരു ഹോളുണ്ടാക്കി ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വടയിടുക. വടയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിടുക. ഇനി നമുക്ക് വട തിരിച്ചിടാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ് ഈ ചായക്കടയിലെ ഉള്ളിവട. ഇത് ആകെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വയ്ക്കുന്നുണ്ട്, അത് മാത്രമേ പോകുന്നുള്ളൂ. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, വേണ്ട നല്ല സോഫ്റ്റാണ്. ഇത്രയും സമയമൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ്, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നതുകൊണ്ടാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. താങ്ക്സ് ഫോർ വാച്ചിങ്.